ഡോർ പാഡ് അടിക്കേണ്ട, വയറിങ് കൊണ്ടുപോകേണ്ട ബുദ്ധിമുട്ട് വരുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലൊരു സീറ്റ്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്നൊരു കാര്യം, നിങ്ങളിപ്പോൾ ഒരു പുതിയ വാഹനം എടുക്കുകയാണ്. അതായത് ഒരു പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും നല്ല എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ് വാഹനത്തിൻ്റെ റേറ്റ്. കാരണം ഒരുപാട് വേരിയൻസ് കാണുമായിരിക്കും. മിക്ക വാഹനങ്ങൾക്ക് ഒരു 4 വേരിയൻസ് എങ്കിലും കാണും. ഏറ്റവും ബേസ് തൊട്ട് മേളിലുള്ള മോഡൽ, അതിൻ്റെ ഒരു ചെറിയൊരു ഓപ്ഷനിലായിട്ടുള്ള ഒരടുത്ത വേരിയൻറ്റ്, പിന്നെ ഏറ്റവും ടോപ്പ്, അതിൻ്റെയും ടോപ്പ്. ഇത്രയും വേരിയൻസ് മിക്കവാറും എല്ലാ വാഹനങ്ങൾക്കും കാണും. ഇപ്പോൾ മാരുതിയുടെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം LXi ഏറ്റവും ബേസ് വേരിയൻറ്റ്, VXi അതിൻ്റെ തൊട്ട് മേളിലുള്ളത് VXi പ്ലസ് ഓപ്ഷൻ അവൈലബിൾ ആണ്. അതായത് കറക്റ്റ് ഒരു മിഡിൽ റേഞ്ച്. ZXi അവൈലബിൾ ആണ്, ടോപ്പ് വേരിയൻറ്റ്. ZXi പ്ലസ് അവൈലബിൾ ആണ്, അതായത് അൾട്ടിമേറ്റ് എല്ലാ കാര്യങ്ങളൂടെ വരുന്ന മോഡൽസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതൊരു വാഹനം നിങ്ങൾ സജസ്റ്റ് ചെയ്യും? അതായത് നിങ്ങളുടെ പ്രൈസ് റേഞ്ചിനകത്ത് നിൽക്കുന്ന ഒരു മോഡൽ നോക്കിയായിരിക്കും നമ്മളെല്ലാ വാഹനങ്ങളും സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇതിനകത്ത് പലരും ചിന്തിക്കുന്ന ഒരു കാര്യം, ഏറ്റവും ബേസ് മോഡൽ എടുത്തതിന് ശേഷം നമുക്കത് ടോപ്പ് വേരിയൻറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം. ശരിക്കും ഇത് പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമാണോ? ഒരുപാട് പേര് പറയാറുണ്ട്. അതാണ് ഏറ്റവും നല്ലത്. കാരണം ബേസ് വേരിയൻ്റ് എടുക്കുക, അതിനുശേഷം നമുക്ക് ഓരോ ആക്സസറീസ് ആയിട്ട് അതിനകത്ത് ആഡ് ചെയ്ത് ഈ വാഹനം ഒരു ZXi ആക്കി എടുക്കാൻ സാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു ഐഡിയ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. എന്തുകൊണ്ടാണെന്നും കൂടെ പറഞ്ഞുതരാം. കാരണം കമ്പനി വരുന്ന ഒരു പ്രോഡക്റ്റ്, ഇപ്പം LXiക്ക് എന്ന് പറയുമ്പോൾ ചില വാഹനത്തിന് പവർ വിൻഡോ വരുന്നില്ല. നമുക്ക് കമ്പനി പവർ വിൻഡോ തന്നെ ആഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ പ്യുവർ കമ്പനി പവർ വിൻഡോ ആകുമെന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും ആകത്തില്ല. കാരണം അതൊരു ആഡ് ഓൺ ആണ്. നമ്മൾ ആഡ് ഓൺ ചെയ്യുന്ന ഒരു കാര്യം ഒരിക്കലും ജെനുവിൻ ഫിറ്റ്മെൻറ്റ് പോലെ പെർഫെക്റ്റ് ആകണമെന്ന് ഒരു കാരണവശാലും നമുക്ക് പറയാനും സാധിക്കത്തില്ല, നിർബന്ധം പിടിക്കാനും സാധിക്കത്തില്ല. ഇങ്ങനൊരു പ്രശ്നം ഇതിനകത്ത് വരുന്നുണ്ട്. കാരണം ഏറ്റവും ടോപ്പ് വേരിയൻ്റാണ് ഒരു വാഹനം നിർമ്മാതാക്കൾ അല്ലെങ്കിൽ ഒരു വാഹനം മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഒരു ടോപ്പ് വേരിയൻ്റ് രീതിക്ക് ആയിരിക്കും അത് മാനുഫാക്ചർ ചെയ്യുന്നത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടാണ് ഏറ്റവും ബേസ് വേരിയൻ്റ് ആക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്തുകൊണ്ടൊരു ടോപ്പ് വേരിയൻ്റ് എടുത്തുകൂടാ എന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം നിങ്ങളൊരു ടോപ്പ് വേരിയൻ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്ന ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, നാളെ ഒരു സമയത്ത് നിങ്ങൾക്കൊന്നും അഴിക്കേണ്ടി വരുന്നില്ല. ഇപ്പോൾ ഒരു സ്റ്റീരിയോ ആണെങ്കിൽ തന്നെ ഏറ്റവും ടോപ്പ് വേരിയൻ്റൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റീരിയോസ്, നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീരിയോസ്, സ്പീക്കേഴ്സ് ആണെങ്കിലും ഇതെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളതായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇൻ കേസിന് ഇപ്പോൾ പവർ വിൻഡോയുടെ കേസ് പറയാനുള്ള, ബേസ് വേരിയൻറ്റിന് പവർ വിൻഡോസ് വരാറില്ല. ചിലതിന് 2 ഡോർ മാത്രം പവർ വിൻഡോ വരുന്നുള്ളൂ. ബാക്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പിന്നെയും ബുദ്ധിമുട്ടാണ് വരുന്നത്. അപ്പം ഈ പവർ വിൻഡോസ് എല്ലാം കൂടെ വരുന്നതാണെങ്കിൽ നാളെ ഒരു സമയത്ത് നമുക്ക് ഡോർ പാഡ് അടിക്കേണ്ട, വയറിങ് കൊണ്ടുപോകേണ്ട ബുദ്ധിമുട്ട് വരുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലൊരു സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റിങ്, ചിലപ്പം ഒരു ബേസ് വേരിയൻറ്റ്, ചിലപ്പോൾ നല്ല ബേസ് വേരിയൻറ്റിന് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നില്ല മാരുതിയുടെ വാഹനങ്ങൾക്ക്. വേറെ ചില വാഹനങ്ങൾക്കുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാ വാഹനങ്ങൾക്കും ഒരിക്കലും അവർ ആ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ബേസ് വേരിയൻറ്റിൽ കൊടുക്കാറില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇത് എടുത്തതിന് ശേഷം പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം അഴിക്കണം, പിന്നെ അതിൻ്റെ സെറ്റിങ്സ് മാറ്റണം, ഇങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് കഴിവതും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും എടുക്കുന്ന സമയത്ത് ഒരു ടോപ്പ് വേരിയൻറ്റ്, അറ്റ്ലീസ്റ്റ് ഒരു മിഡ് വേരിയൻ്റ് എങ്കിലും എടുക്കാൻ ശ്രമിക്കുക, ഏറ്റവും ബേസ് വേരിയൻറ്റിലോട്ട് പോകാതെ. കാരണം മിഡ് വേരിയൻറ്റിൽ അത്യാവശ്യം ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അതേ സ്ഥാനത്ത് ഒരു ടോപ്പ് വേരിയൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം ഞാനൊരു എക്സാമ്പിൾ പറയാനാണ്, ഞാൻ സ്വിഫ്റ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 വേരിയൻസിനെ പക്കായിട്ട് കമ്പയർ ചെയ്ത് ഏതൊക്കെ ഫീച്ചേഴ്സ് കിട്ടും, ഏതൊക്കെ ഫീച്ചേഴ്സ് കിട്ടത്തില്ല, ചെറിയ റേറ്റിൻ്റെ വ്യത്യാസം കൊണ്ട് തന്നെ. അതായത് ഒരു സ്വിഫ്റ്റ് VXiയും ZXiയും തമ്മിലൊരു 70,000-80,000 രൂപയുടെ വ്യത്യാസം കണ്ട് വരുന്നുള്ളൂ. അത്രയും മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ആഡ് ഓൺസ് പോലെ നോക്കുകയാണെങ്കിൽ ഒരു 1 ലക്ഷം രൂപയ്ക്ക് മേളിലുള്ള ആക്സറീസ് ഉൾപ്പെടെ നമുക്ക് ആ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കാനാണെങ്കിൽ നമ്മളൊരു അഡീഷണൽ ആയിട്ട് ഫിറ്റ്മെൻറ്റ് ചെയ്യുന്നതിനെ കഴിഞ്ഞ് എപ്പോഴും നല്ലതാണ് ഒരു വേരിയൻറ്റ് സെലക്ട് ചെയ്യുക. വേരിയൻറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നോക്കുക, അതിനകത്ത് കിട്ടുന്ന എന്തൊക്കെയാണ്, ഇതിൻ്റെ പ്രൈസ് വൈസും വെച്ച് നോക്കിയിട്ട് നമ്മളൊന്ന് ചിന്തിക്കുക. ഇതുപോലെ നമ്മളൊരു അഡീഷണൽ ചെയ്യുകയാണെങ്കിൽ എത്ര രൂപയും കൂടെ നമുക്ക് അഡീഷണൽ വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയ രൂപയുടെ വ്യത്യാസം ഉള്ളെങ്കിൽ ധൈര്യമായിട്ട് ആ ഒരു വേരിയൻറ്റ് മാറ്റിക്കണം.